നമസ്കാരം. അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആകാനാണ് ചൈന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അവരിപ്പോൾ 5ഉം 6ഉം തലമുറയിലുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ എയർഫോഴ്സിൽ ഇൻഡക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. J-20, J-35, J-36 ശ്രേണികളിലുള്ള 3 തരം സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ചൈന ഇതിനോടകം തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. J-20യും J-35ഉം 5th ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഫൈറ്റേഴ്സ് ആണ്. അതേസമയം ചൈന ഡെവലപ്പ് ചെയ്ത J-36 സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ലോകത്തിലെ തന്നെ ആദ്യത്തെ 6th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ആണെന്നാണ് ചൈന ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണത്തിലും അത് ചൈനീസ് എയർഫോഴ്സിൽ പെട്ടെന്ന് തന്നെ ഇൻഡക്ട് ചെയ്യാൻ അവർ കാണിക്കുന്ന വ്യഗ്രതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈന അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഒന്നാമത്തെ സൈനിക ശക്തി ആകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ളത് എന്നാണ്. ചൈന അവരുടെ 5th ആൻഡ് 6th ജനറേഷൻ ശ്രേണിയിലുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ചൈനീസ് ടെക്നോളജി ഇപ്പോഴും ഇൻഫീരിയർ ആണെന്നാണ് അമേരിക്ക അടക്കം ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. മുൻപ് ചൈനയിൽ നിന്നും പല രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ വാങ്ങിയ രാജ്യങ്ങളിൽ പലരും ഇപ്പോൾ പറയുന്നത് ചൈനീസ് ആയുധങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇൻഫീരിയർ ആണെന്നും ചൈനീസ് ആയുധങ്ങളിൽ പലതും ഇപ്പോൾ കൃത്യമായി വർക്ക് ചെയ്യിക്കാൻ പറ്റാതെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ്. മുൻപ് ചൈനീസ് ആയുധങ്ങൾ വാങ്ങിയ പല രാജ്യങ്ങളും ഇപ്പോൾ ചൈനീസ് ആയുധങ്ങൾ കൂടുതൽ വാങ്ങുന്നതിന് പകരം ഇന്ത്യയടക്കം മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യൻ മിലിറ്ററി ചൈനീസ് മിലിറ്ററിയുടെ ഓരോ നൂതനമായ ആയുധങ്ങളെയും ഭയപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയും ചൈനയുമായി ഒരു യുദ്ധം ഉണ്ടായാൽ ചൈനയുടെ നൂതനമായ ആയുധങ്ങളെ നേരിടുവാനുള്ള കരുത്ത് ഇന്ത്യൻ മിലിറ്ററി ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ റഷ്യയിൽ നിന്നോ അതല്ല അമേരിക്കയിൽ നിന്നോ 100 കണക്കിന് സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കരാറിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒപ്പിടുക തന്നെ വേണം. ചൈനയുടെ എയർ സുപ്പീരിയോറിറ്റിക്ക് മുൻപിൽ ഇന്ത്യൻ മിലിറ്ററി ഒരിക്കലും അടിയറവ് പറഞ്ഞു കാണാൻ ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ ജനതയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടാക്സ് പേയേഴ്സിൻ്റെ മണി ഇന്ത്യൻ ഗവൺമെൻറ് 4.5 ശ്രേണിയിലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി ചിലവാക്കാതെ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കും എന്നു തന്നെയാണ് എല്ലാവരും അനുമാനിക്കുന്നത്.